ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ സീരീസ് കുറച്ച് പേരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ തലയിൽ തേക്കുന്ന നല്ലൊരു ഹെയർ കെയർ റെമഡിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ തലയിൽ തേക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ മുടിയിലത്തെ കെട്ടൊക്കെ കളഞ്ഞ് നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നത് ആ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് നമ്മുടെ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള മുടിയുടെ ഡ്രൈനസ് മാറ്റാനും തലയുടെ കൂട്ടിലെ ഡെഡ് സെല്ലുകൾ റിമൂവ് ആവാനും ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കും കേട്ടോ. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ തന്നെ ഹെയർ ഓയിൽ ആയിട്ടുള്ള രൂപശ്രീ ഹെയർ ഓയിലാണ്. അപ്പം നിങ്ങളിൽ ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആർക്കെങ്കിലും എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിവരം തരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തലയിൽ തേക്കുന്ന റെമഡി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പേരയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. വളരെ വൃത്തിയായി കഴുകിയെടുത്തിട്ടുള്ള പേരയുടെ ഇലയാണ്. നിങ്ങൾക്ക് ഓരോ ഇല നോക്കി കണ്ടറിയണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ വേറെ വല്ല അംശവും പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യും മുടിക്ക്. അപ്പോൾ നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുള്ള നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്ര ഒരു 10 ഇലയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം മൂത്തതുമല്ല എന്നാൽ നല്ലോണം ചള്ളുമല്ല, ഒരു ഇടത്തരം പ്രായമുള്ള ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം, എന്നാലേ അതിൻ്റെ ഗുണം നമ്മൾ വിചാരിച്ച പോലെ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മളൊരു വൃത്തിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ഗ്ലാസ് വെള്ളം തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് എടുത്തോളൂ. ഇതെന്തിനാ എങ്ങനെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേരയുടെ ഇല നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളത്തിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ള പേരയുടെ ഇല നന്നായിട്ടൊന്ന് പിച്ചിട്ട് കൊടുക്കുക. വെട്ടിയിട്ട് കൊടുത്താലും മതി, പിച്ചിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെട്ടിയിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിങ്ങനെ സാധാരണ കൈ കൊണ്ട് പിച്ചിട്ട് കൊടുക്കാറാണ് പതിവ്. നമ്മൾ ഈ പേരയുടെ ഇല തലയിൽ തേക്കുമ്പോൾ എന്ത് ഗുണം കിട്ടണേ എന്നിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. പേരയുടെ ഇല എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരയുടെ ഇലയിൽ ധാരാളം വൈറ്റമിൻ സി പോലെ ഉള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കെയർസിറ്റിൻ പോലുള്ള ഫ്ലേവനോയിഡുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തലയുടെ കൂട്ടിലെ സ്കിന്നിനെ നല്ലോണം ആരോഗ്യത്തോടെ നിലനിർത്താനും അതേപോലെ തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന സ്പിറ്റൻസ്, അതായത് വൈറ്റമിൻ സി നമ്മുടെ മുടിയുടെ സ്പിറ്റൻസിനെ വളരെയധികം പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ മുടി നല്ല സ്മൂത്താക്കി ഹെൽത്തി ആയിട്ട് ഷൈനിങ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് കൃത്രിമമായിട്ടുള്ള ഈ കെമിക്കൽസ് ഒന്നും നമ്മളെ തലയിൽ ഉപയോഗിക്കാതെ തന്നെ നേച്ചുറൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സാധനം നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് പെട്ടെന്നല്ലെങ്കിലും നമുക്ക് കുറേ കാലങ്ങളോളം നമ്മൾ ഈ ഒരു പേരയുടെ ഇലയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ നമുക്ക് നിലനിർത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ അത് ഒരു ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുടിയിലും തലയുടെ കൂട്ടിൽ സ്കിന്നിനൊക്കെ നിങ്ങൾക്ക് നോക്കി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. താരൻ കളയാനും മുടി കൊഴിച്ചിൽ മാറ്റാനും നമ്മുടെ മുടിയിലുണ്ടാവുന്ന ഡ്രൈനസ് മാറ്റാനും സ്പ്ലിറ്റൻസ് മാറ്റാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളത വെട്ടി തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു പാകം എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗ്ലാസ് വെള്ളം ഒരു 2.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം പാകമായി എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ കളറും മാറും, നമ്മുടെ ഈ ഒരു ഇലയ്ക്ക് ഇങ്ങനെ ഒരു കളറും വരും കേട്ടോ, ഒരു വെളറി വെളുത്ത കളർ. അപ്പോൾ നമ്മുടെ എണ്ണ എന്ന് പറയണേ, നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പേരയുടെ ഇല വെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അരിച്ച് മാറ്റാം. വെള്ളം മാത്രമായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുമ്പോൾ നിങ്ങൾ ആ ഇലയോട് കൂടിയിട്ട് തന്നെ ഇട്ടോളൂ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളർ ഏകദേശം ഈ ഒരു ലെവലിലായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് തലയിൽ തേക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ തലയിൽ തേച്ചിട്ട് നന്നായിട്ട് മുടി നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നന്നായിട്ട് ഈ ഒരു വെള്ളം തലയിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും വേണമെങ്കിൽ നിങ്ങൾക്ക് തലയിൽ തേക്കാം, യാതൊരു കുഴപ്പമില്ല. ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് നിങ്ങൾ തല നനയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്നരാടായിട്ടാണ് തല നനയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തല നനയ്ക്കുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വെള്ളം തലയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ തലയിൽ ഇത് ഉപയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ എണ്ണ തേച്ച് തൊട്ട് പുരട്ടി മുടി നല്ല വൃത്തിയായിട്ട് വെക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനത് തലയുടെ ഓട്ടിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് മുഴുവൻ ഊർന്നു പോവല്ലേ, എന്താ ഇപ്പോൾ ഒരു ഗുണമുള്ളത് തേച്ചിട്ടേന്ന്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു പേരയുടെ ഇല യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കണ്ടറിയാൻ തന്നെ പറ്റും കേട്ടോ. അപ്പോൾ ഇത് തലയിൽ തേച്ചിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അല്ല നിങ്ങൾക്കിപ്പോൾ ഷാമ്പു ഇടുന്ന ദിവസമാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാമ്പു യൂസ് ചെയ്തോളൂ, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമാണ് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം കേട്ടോ. ഒരു 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാം. അപ്പോൾ അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, നിങ്ങൾ കുളിക്കുന്ന സമയത്ത് തലയിൽ ഒഴിച്ച് കഴുകി എടുത്തോളൂ. തലയിൽ ഒഴിച്ച് കഴുകി കുറേ നേരം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് നിങ്ങൾക്ക് മേല് കുളിക്കാനും ഈ വെള്ളം എടുക്കാം,
അത്രയും നല്ലതാണ്. വളരെയധികം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചൊറി, ചിരങ്ങ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. സ്കിന്നിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറിക്കിട്ടും. പിന്നെ ഇതിൽ രണ്ട് തുളസിയുടെ ഇല പൊട്ടിച്ചിടുന്നതും വളരെ നല്ലതാണ് കുട്ടികൾക്ക്. അപ്പോൾ കുളിക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം എടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിത് തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ ഈ രീതിയിൽ തന്നെ നിങ്ങൾ തലയിൽ തേച്ച് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാനും പറ്റും. അപ്പം നമ്മുടെ മേലിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സോ ഒന്നും നനയൂല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തേച്ചിട്ട് എടുക്കാനും പറ്റും. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എങ്ങോട്ടും ഓടി കളയും വേണ്ട. നമുക്ക് ഈ പേരയുടെ ഇല മാത്രം വീട്ടിലുണ്ടായാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ നമ്മളോട് പറയണം കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളം നല്ലോണം മുഴുവനായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുടി കെട്ടി വെക്കുകയാണ്. ഇനി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നോർമൽ പച്ചവെള്ളത്തിൽ ഞാൻ വാഷ് ചെയ്ത് കളയുകയാണ് കേട്ടോ പതിവ്. ഇപ്പോൾ ഷാമ്പു ഇടുന്ന ദിവസമാണെങ്കിലും എനിക്ക് മറ്റൊന്നും തേക്കാൻ നേരം കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഹെയർ കെയർ മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ ഇപ്പോൾ സമയമില്ല എന്ന് ആരും പറയണ്ട. എളുപ്പത്തിൽ നമുക്ക് എന്തൊക്കെയാണോ വീട്ടിൽ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മളൊന്ന് ഇത്തിരി നേരം കണ്ടെത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ഹെയറിൽ കൊണ്ടുവരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക. നല്ല ഹെയർ കെയർ മെത്തേഡുകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ടാറ്റ.